ഉറക്കത്തിൽ തിരിഞ്ഞു കിടന്ന് എബിയെ കെട്ടിപ്പിടിക്കാൻ നോക്കിയതും അവിടെ ആരുമില്ല. അവിടെ ശൂന്യം. അവൻ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. ധ്രുവ് അവിടെയെങ്ങും തന്നെ ഇല്ലായിരുന്നു. എബി എണീറ്റ് താഴേക്ക് പോകാൻ തുടങ്ങിയതും ധ്രുവിൻ്റെ റൂമിനോട് ചേർന്നുള്ള ലൈബ്രറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. എബി മനസ്സിലായി പറഞ്ഞു. ഇപ്പോൾ ഈ ടൈമിൽ ഇതിനുള്ളിൽ ആരാ? അതും ചിന്തിച്ച് എബി ഡോർ തുറന്നു അകത്ത് കയറിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ ചുണ്ടുകൾ അതിമനോഹരമായി വിടർന്നു. ലൈബ്രറിയോട് ചേർന്നിട്ടിരിക്കുന്ന കുഞ്ഞു ബെഡിലായി കിടക്കുന്ന വൈഗ. നെഞ്ചിലൊരു പൊക്കുണ്ട്. കണ്ടാൽ അറിയാം, വായിച്ചുകൊണ്ട് എപ്പോഴോ ഉറങ്ങിപ്പോയതാണ്. ബെഡിന് താഴെയായി വെറും തറയിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു കിടക്കുകയാണ് ധ്രുവ്. ഒരു കൈ വൈഗയുടെ കൈയുമായി കോർത്ത് പിടിച്ചിട്ടുണ്ട്. എബി രണ്ട് കൈയും എടുത്ത് ദൃഷ്ടി ഒഴിയുന്ന പോലെ ചെയ്തു. നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് മാത്രമേ സ്നേഹിക്കാൻ സാധിക്കൂ. അതും പറഞ്ഞ് എബി പുറത്തേക്ക് പോയി. എബി മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുകയാണ്. ധ്രുവ് പതിവ് പോലെ പതിവ് ടൈമിൽ എണീറ്റു. എബിയെ വിളിച്ചു. ഒന്ന് പോടാ എന്നും പറഞ്ഞ് എബി തിരിഞ്ഞു കിടന്നു. എബി. ധ്രുവ് അക്ഷമനായി നിന്നു. വീണ്ടും വിളിച്ചു. എബി, നീ എണീക്കുന്നുണ്ടോ? അതോ ഞാൻ ഈ ജഗും വെള്ളവും നിന്റെ തലവഴിയെ കമത്തണോ? എബി വീണ്ടും മൂടിപ്പൊതിച്ച് കിടന്നു. ധ്രുവ് ഒന്നും നോക്കില്ല. അവനെയും കംഫർട്ടിനെയും ചുരുട്ടി തോളിലായി ഇട്ടു. കാല, എന്നെ താഴെ ഇറക്ക്. ഞാൻ വരാം. ജോഗിങ്ങിനോ ജിമ്മിലോ എവിടേക്ക് വേണേലും വരാം. എബിയുടെ രോദനം. എബിയെ ചേഞ്ചിങ് റൂമിലാക്കി ധ്രുവ് പറഞ്ഞു. ഓൺലി ഫോർ 5 മിനിറ്റ്. നീ താഴെ ഉണ്ടാകണം. അതും പറഞ്ഞ് ധ്രുവ് താഴേക്ക് പോയി. പിന്നിലായി എബിയും റെഡിയായി വന്നു. പുറത്തേക്കിറങ്ങി ഇരുവരുടെയും അടുത്തേക്ക് പീറ്റർ വന്നു. അപ്പോൾ പോകാം. അതും പറഞ്ഞ് ധ്രുവ് മുന്നിലേക്ക് നടന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ സെഡേഷൻ്റെ എഫക്റ്റ് മാറിയതും വൈഫ് ഉറക്കെ കരയുകയാണ്. അവൻ്റെ നിലവിളി ശബ്ദം അവിടെ എവിടെയും മുഴങ്ങി കേൾക്കുന്നുണ്ട്. പുറത്തിരിക്കുന്ന പ്രമീളയ്ക്ക് എരിപുറയ്ക്കുന്നില്ലായിരുന്നു. പ്രമീള ആരൊക്കെയോ പ്രാകുന്ന തിക്കിലും തിരക്കിലുമാണ്. ഇത് കണ്ടും കേട്ടും രാമൻ അവിടെ നിന്ന് മാറി നിന്നു. ജോഗിങ് കഴിഞ്ഞ് മടങ്ങി വരുന്നതാണ് ധ്രുവ് കാണുന്നത്. ഗാർഡനിൽ അഞ്ജുവുമായി കാര്യം പറഞ്ഞിരിക്കുന്ന വൈഗയാണ്. എന്നാൽ പീറ്ററിനെ കണ്ടതും അഞ്ജു അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. എബി അഞ്ജുവിൻ്റെ പിറകിലായി അകത്തേക്ക് നടന്നു. ഇത് കണ്ടതും പീറ്ററിനത് തീരെ ഇഷ്ടമായില്ല. പോകുന്ന പോക്കിൽ എബി അഞ്ജുവിനോടായി പറഞ്ഞു. അഞ്ജുവേ, എന്താ കണ്ടിട്ടൊരു മൈൻഡില്ലാത്തത്? അതും കൂടെ കേട്ടതും അഞ്ജു അവനെ നോക്കി നിന്ന് ചിരിച്ചു. ഇതുകൂടെ ആയപ്പോൾ പീറ്ററിന് വിറഞ്ഞു കയറാൻ തുടങ്ങി. പെട്ടെന്ന് പീറ്റർ ഔട്ട് ഹൗസിലേക്ക് കയറി ഫോൺ സോഫയിലേക്ക് വലിച്ചെറിഞ്ഞു. കണ്ണുകളടച്ച് സോഫയിലേക്ക് കയറി കിടന്നു. വൈഗ നോക്കിക്കാണുകയായിരുന്നു തൻ്റെ പ്രിയതമനെ. ഇതാ തനിക്ക് മുന്നിൽ. അവൾ അവനെ നോക്കി നിന്നു. ഒരു ട്രാക്ക് പാൻറ്റും വൈറ്റ് ടീഷർട്ടുമാണ് വേഷം. ടീഷർട്ട് വിയർത്ത് ദേഹത്തെ കൊട്ടിക്കിടക്കുന്നു. അവൻ അവളുടെ മുന്നിലായി കയറി നിന്നു. താഴ്ന്നു വന്ന് അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു. ഡീ, നീ നോക്കിക്കഴിഞ്ഞോ? അത് പറഞ്ഞതും അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു. ധ്രുവ്, എന്താ ഇത്? ഇവിടെ എല്ലാവരുമുണ്ട്. അതും പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റി. ഓ റിയലി? അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. അവൾ ചുറ്റുമൊന്ന് നോക്കി. വൈഗ? അതൊരലർച്ചയായിരുന്നു. അവൾ തല കുനിച്ചിരുന്നു. പെട്ടെന്ന് ധ്രുവ് കണ്ണുകളൊന്നടച്ചു തുറന്നു. ഡീ, കുറച്ച് സോഫ്റ്റായി അവൻ അവളെ വിളിച്ചു. അവൾ തലചരിച്ച് അവനെ ഒന്ന് നോക്കി. അവൻ്റെ വലത് കൈ അവളുടെ ഷോൾഡറിലേക്കിട്ടു. അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ കയ്യിലിരിക്കുന്ന അവൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കോഫി കപ്പിൽ പിടുത്തമിട്ടു. അവൾ അവനെയും കപ്പിനെയും മാറി മാറി നോക്കി. എന്താ എന്നർത്ഥത്തിൽ വൈഗ പുരികമുയർത്തി ചോദിച്ചു. അവൻ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ബാക്കി വന്ന കോഫി ചുണ്ടോടടുപ്പിച്ചു. കോഫി ആസ്വദിച്ചു കുടിക്കുന്ന ധ്രുവിനെ കണ്ടതും വൈഗയുടെ മുഖം ചുവന്നു. അവൻ അവളുടെ ചെവിയിലായി പറഞ്ഞു. താങ്ക് യു വൈഗ ഫോർ ദ ലാസ്റ്റ് നൈറ്റ്. അതും പറഞ്ഞ് അവൻ ഫ്രഷാകാനായി അകത്തേക്ക് നടന്നു. ഇപ്പോൾ ഔട്ട് ഹൗസിൽ നിന്നും കിച്ചണിലേക്ക് കോൾ ചെയ്യുകയാണ് പീറ്റർ. മനസ്സിൽ കർത്താവേ, അവളായിരിക്കണം എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അഞ്ജു കോൾ അറ്റൻഡ് ചെയ്തു. പീറ്ററിൻ്റെ സൗണ്ട് കേട്ടതും അഞ്ജു ഒരു നിമിഷം മൗനമായി നിന്നു. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പീറ്റർ പറഞ്ഞു. എൻ്റെ ഫുഡ് വന്നിട്ടില്ല. അത് കേട്ടതും അഞ്ജുവിന് എന്ത് ചെയ്യണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. ഡീ, അവൻ്റെ ആ ഒരു വിളിയിൽ അഞ്ജുവിൻ്റെ നാവിൽ നിന്നും ഓ എന്ന് പുറത്തു വന്നു. അത് കേട്ടതും പീറ്റർ അതിമനോഹരമായി ഒന്ന് ചിരിച്ചു. അത് ഫുഡ് മത്തയച്ചും കൊണ്ടുവരും. അത് കേട്ടതും പീറ്റർ പല്ല് ഞെരിച്ചു. വേണ്ട, അവൻ പറഞ്ഞു. നീ കൊണ്ടുവന്നാൽ മതി. അതും പറഞ്ഞ് പീറ്റർ അഞ്ജുവിനെ കാത്തിരുന്നു. ഓഫീസിൽ പോകാൻ റെഡിയായി ഇറങ്ങിയ വൈഗ വെറുതെ ഒന്ന് ധ്രുവിൻ്റെ മുറിയിലേക്ക് എത്തി നോക്കിയതും ധ്രുവ് അവളെ വലിച്ച് അകത്തേക്ക് കയറ്റി ഡോറടച്ചു.
5 ഫുഡുമായി ഔട്ട് ഹൗസിലേക്ക് കയറിയതും അവളെ കാത്തെന്ന പോലെ നിൽക്കുന്ന പീറ്ററിനെ കണ്ടതും അവൾക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. അവൾ തലകുനിച്ച് ഫുഡ് ടേബിളിലായി വെച്ചു. പീറ്റർ നോക്കി കാണുകയായിരുന്നു അവളുടെ ഓരോ ചെയ്തികളും. അവൾ പോകാൻ തുടങ്ങിയതും പീറ്ററിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. "ഡീ!" പീറ്റർ വിളിച്ചു. "എന്തോ?" എന്ന് അഞ്ജു വിളി കേട്ടു. അവൻ നടന്ന് അവളുടെ അടുത്തേക്കായി വന്നു നിന്നു. "നിന്റെ നടുവേദന മാറിയോ?" അവൾ മാറി എന്ന രീതിയിൽ തലചായ്പിച്ചു. അവൻ അവളുടെ മുന്നിലായി കയറി നിന്നു. "കൊച്ചേ, എല്ലാവരും ദിവസം അവനെപ്പോലെ ആകണമെന്നില്ല."